അനൂപേ, രാവിലെ വാർത്ത കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. ആണല്ലേ, അടിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അടിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നട്ടലി ഓട്ടി ഓടിക്കുന്ന പെണ്ണുങ്ങളൊക്കെയാണ്. അതെ. കൊല്ലത്ത് നിന്ന് ഒരുത്തിന് അടി വാങ്ങാൻ വേണ്ടി ഈ കടവന്ത്ര വരെ വന്ന് ഹോട്ടൽ റൂമിൽ കയറി നല്ലതുപോലെ മേടിച്ച് കെട്ടിയിരിപ്പുണ്ട്. അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തല്ലിയതിനകത്തെ മുഖ്യപ്രതി ഒരു പെണ്ണ സഫാന. ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് മാധ്യമങ്ങളോട് പറയുന്നത് നല്ല ഫോട്ടോ അല്ലേ, നല്ലപോലെ എടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതെ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു കൂസലില്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അതും കേരളത്തിൽ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്നതല്ല, നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ നിയമത്തിൽ അത്രയും ഭയമേ ഉള്ളൂ. അല്ല, അവർക്കത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ആ പെൺകുട്ടിക്ക് നല്ല ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട്, അതും ഒരു ആണിന്റെ നട്ടല് തല്ലി ഒടിച്ചിട്ടും ചിരിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിയമം അത്രയ്ക്കേ ഉള്ളൂ. അല്ല അനൂപ്, ഇതിനകത്ത് സംസാരശേഷി ഇല്ലാത്ത, ചെവി കേൾക്കില്ലാത്ത ഒരു പയ്യനാണ് ഇതിലെ ഇര. ചെവി കേൾക്കില്ലെങ്കിലും സംസാരശേഷി ഇല്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഇവന് നല്ല കഴിവുണ്ടെന്നുള്ളതാണ്. ചാറ്റ് ചെയ്ത് അവൻ അവിടം വരെ എത്തി. പൊതിരെ തല്ല് കിട്ടി, അത് പോട്ടെ. പക്ഷെ ഇതൊരു ഹണി ട്രാപ്പ്. വന്ന് മേടിച്ച് ചുമ്മാ ഇരുന്നവൻ വന്ന് എറണാകുളത്ത് വന്നിട്ട് അവൻ നട്ടല് ഓടിച്ചിട്ട് അവൻ സ്വയമായിട്ട് ഇരുന്ന് വാങ്ങിച്ചതല്ലേ? അതെ. ഞാൻ ചോദിക്കുന്നു, ഈ അക്കൗണ്ടുകൾ നമ്മൾ കാണുന്നില്ലോ എന്നുള്ളതാണ്. അതിന് നമ്മൾ ചിലപ്പോ കണ്ടു കാണും, നമ്മൾ മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ ഒരു ദിവസം നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാണ് നമ്മൾ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും അല്ല അനൂപേ. ഹണി ട്രാപ്പിനെ കുറിച്ചുള്ള ധാരാളം വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇപ്പം ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്ന 4-5 ഹണി ട്രാപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് നമ്മുടെ പുരുഷന്മാർ ഇതിലെ കൂടുതലും ഇരകൾ പുരുഷന്മാർ, ഹണി ട്രാപ്പിൽ ഇരകൾ പുരുഷന്മാരാണ്. നമ്മുടെ ഇരകൾ എന്തുകൊണ്ട് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല? പെണ്ണെന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്ര വെറി പൂണ്ട് വിളിക്കുന്നത്? അത് ആണുങ്ങൾക്ക് മിക്കവർക്കും ഉള്ള ഒരു സംഭവമാണ്. പെണ്ണെന്ന് കേട്ടാൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ആർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അവൻ അറിയാതെ ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈൽ കണ്ടു, അങ്ങനെ അവൻ കയറി മെസ്സേജ് അയച്ചു, അങ്ങനെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു, അങ്ങനെ ചെന്നപ്പോഴായിരിക്കും ഇത് സംഭവിച്ചത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമായിരിക്കാം. കടവന്ത്രയിലെ ഇരയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കടവന്ത്രയിലെ ഇരയുടെ പേര് അമൽദേവ് എന്നാണ്. അമൽദേവിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. പൊതുവെ ഇപ്പം ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഫാമിലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് വെച്ച് ഒരു ഹണി ട്രാപ്പ് കേസ്, ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി നെറ്റിയിൽ 3 വിരൽ കനത്തിൽ സിന്ദൂരം തൊട്ട് വലിയ 12 പവന്റെ 13 പവന്റെ എങ്ങാണ്ട് താലിമാലയും ഒക്കെ കഴുതിലിട്ട് നടന്നിരുന്ന ഒരു മല്ലു കപ്പിൾ, അവര് ഇതുപോലെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിരുന്നു. അവര് ഹണി ട്രാപ്പിൽ ഒരു വ്യവസായിയെ കുടുക്കി അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഹണി ഗേളിന്റെ തനിനിറം കണ്ടത്. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ഉണ്ട്. നമ്മുടെ മീശക്കാരൻ വിനീതിന്റെ ഒക്കെ കാര്യം ഓർമ്മയുണ്ടല്ലോ. സത്യത്തിൽ ഈ ഹണി ട്രാപ്പിൽ പെടുത്തുന്നതാണ്. ഒരിക്കലും ഒരാളെ സ്വയമായിട്ട് കൊണ്ട് കുഴി ചാടുക, അയാൾ സ്വയം ചാടുന്നതാണ് കുഴിയിലോട്ട്, അറിഞ്ഞുകൊണ്ട് ചാടുന്നതാണ്. അപ്പൊ ചിലപ്പോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പം എന്തെങ്കിലും അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ എന്ന് ഓർത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അയ്യോ ഇത് ട്രാപ്പായിരുന്നു. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എവിടെയൊക്കെ നടക്കുന്നു. ഇതിലൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയുന്നതാണ്. ഈ അമൽദേവിന്റെ വിഷയത്തിൽ അവൻ വിവാഹിതനല്ല, അതൊരു പയ്യനാണ്. പക്ഷേ അവൻ ടിക്കറ്റ് എടുക്കാതെ സിനിമ കാണാൻ വേണ്ടി സിനിമ കണ്ട. പക്ഷേ ടിക്കറ്റ് എടുത്ത സിനിമ കണ്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കല്യാണം കഴിഞ്ഞ് പ്രായപൂർത്തിയായ മക്കളും ഉള്ള ചിലർ ചെന്നിട്ട് ഇതുപോലെ ഹണി ട്രാപ്പുകളിൽ കുടുങ്ങാറുണ്ട്. എൻ്റെ സംശയം, സ്വന്തം ഭാര്യയ്ക്ക് ഇല്ലാത്തതിൽ കൂടുതലായിട്ടെങ്കിലും ഒരു അന്യ സ്ത്രീയിൽ ഉണ്ടാവുമോ ഇങ്ങനെ തപ്പിപ്പോകാനായിട്ട്? കൂടുതലും കേരളത്തിലെ പുരുഷന്മാർക്കിടയിൽ അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുന്നതായിട്ടൊരു റിപ്പോർട്ട് പുരുഷന്മാർക്കിടയിൽ മാത്രമല്ല സ്ത്രീകൾക്കിടയിലും ഉണ്ട്. പക്ഷെ അവർക്കൊരു ഒളിവും മറവുമുണ്ട്. ഒരു ഒളിവും മറവും ഇല്ലാതെ പോകുന്നത് പുരുഷന്മാർ തന്നെയാണ്. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, ഈ വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് ശേഷമുള്ള അവിഹിത ബന്ധങ്ങൾ, ഇപ്പോൾ സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടാത്തതിൽ എന്ത് കൂടുതലാണ് ഈ പറയുന്ന ജാരനിൽ നിന്ന് ഒരു സ്ത്രീക്ക് കിട്ടാനുള്ളത്? അല്ലെങ്കിൽ സ്വന്തം ഭാര്യയിൽ നിന്ന് കിട്ടാത്തതിൽ എന്ത് കൂടുതലാണ് ഒരു അന്യ സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷനെ കിട്ടാനുള്ളത്? ഇതൊക്കെ തെറ്റല്ലേ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ഫാന്റസി എന്ന രീതിയിൽ എല്ലാവരും ഇപ്പൊ ഒന്ന് പോയാൽ മറ്റൊന്ന്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അടുത്തത് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ള ഫാന്റസികളിലാണ് നടുപൊടിയുന്നതും നട്ടലൊടിയുന്നതും കാലൊടിയുന്നതും. അതെ, ഇതിപ്പം പുള്ളി വിചാരിച്ച് കാണില്ല എന്റെ നടുപൊടിയോന്നും അല്ലെങ്കിൽ എന്റെ കൈ ഒടിയൊന്നോ കാലൊടിയൊന്നോ വിചാരിച്ച് കാണില്ല. അങ്ങനെ ചെന്ന് കയറിയതാണ്. ഒരുപക്ഷെ അത് സംഭവിച്ചു.
ഇവിടെ അതിലിപ്പോ പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കും. അതെ, ഇവിടെ നമ്മൾ ഈ ചർച്ച എടുക്കുന്നതിന് മുൻപ് നമ്മുടെ ക്രൂ ചോദിച്ചിരുന്നു ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ID ഒന്ന് കാണിക്കണം എന്നുള്ളത്. ഞാൻ റെഡിയാണ്. പക്ഷെ അനുഭവം കാണിക്കണം. ഞാൻ കാണിക്കാം. കാരണം പ്രശാന്ത് ഏട്ടൻ ഒരു പെണ്ണിന് പോലും മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഓ ഷുവർ. ഞാൻ മെസ്സേജ് അയക്കുന്നില്ല. ഇതിന് മുമ്പ് ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ മാറിയിരുന്ന് ഡിലീറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, എനിക്ക് എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, കാരണം എനിക്ക് എന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ആളൊരു ഗേളാണ്. ആളുമായി ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എന്റെ ഫ്രീ ടൈമുകൾ കൂടുതലും ചാറ്റ് ചെയ്യാറുണ്ട്. അത് മറ്റൊരാളെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അതൊക്കെ എല്ലാവർക്കും പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓക്കെ. ഞാൻ ഒരു കാര്യം പറയുന്നത്, ചാറ്റ് ചെയ്തോ പക്ഷെ ഹണി ട്രാപ്പിൽ പെടരുത്. അത്ര ഞാൻ ഒരിക്കലല്ല. ഞാനിത് എന്റെ ഐഡി ഞാനിത് കാണിക്കുകയാണ്. എന്റെ ഐഡി ഞാൻ കാണിക്കുകയാണ്. ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ റീൽ ഇടുന്ന നിങ്ങളുടെ പേഴ്സണൽ ഐഡിയാണ് ആവശ്യം. ഓക്കെ ഷുവർ. ഇതാണ് എന്റെ പേഴ്സണൽ ID. കണ്ടല്ലോ, ഇതാണ് എന്റെ പ്രൊഫൈൽ പിക്കാണ്. എന്റെ പേഴ്സണൽ ഇതിന്റെ ചാറ്റ് ഹിസ്റ്ററി കാണിച്ചത്. ഇതിന്റെ ചാറ്റ് ഹിസ്റ്ററി നോക്കിയത് ഇങ്ങോട്ട് ഇത്രയും ഫോളോസ് വന്ന് കിടക്കുന്നല്ല, നമ്മളൊന്ന് റിപ്ലൈ തിരിച്ച് ഫോളോ പോലും ചെയ്യുന്നില്ല. വളരെ നല്ല രീതിയിൽ തീരെ സമയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് ഇവിടുത്തെ ഭയങ്കര പണിയാണ്. നമ്മുടെ കുറച്ച് നിമിഷങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളുമൊത്തുള്ള നിമിഷങ്ങൾ, അതിനുശേഷമുള്ള ജോലി ഭാരം, പിന്നീട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ സുഹൃത്തുമായി ചാറ്റ് ചെയ്യാൻ സമയമില്ല. പിന്നെ അങ്ങനെ ഞാൻ മറ്റുള്ള ചാറ്റിങ്ങിലേക്ക് പോകും. അല്ല, ഞാൻ പറഞ്ഞത് ആര് ചാറ്റ് ചെയ്താലും ഞാൻ ചോദിച്ചിരുന്നു ID കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ID ഞാൻ കാണിക്കാൻ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കാരണം നമുക്ക് നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്ത് കാണിക്കരുതെന്നാണ്. എന്നാലും ഞാൻ കാണിക്കാം. എന്റെ ഐഡിയിൽ ഒന്നുമില്ല. ഇവിടെ നമ്മുടെ ഓഫീസിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ റീൽ അയക്കുന്നതല്ലാതെ വേറെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നട്ടില് സേഫ് ആണ്. നമ്മുടെ നാട്ടില് സേഫ് ആണ്. അല്ല, നമുക്ക് നമ്മുടെ ഇത് വിട്ട് നമുക്ക് രാത്രി ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ തോന്നി മെസ്സേജ് ചിലപ്പോ അയക്കുന്നവരുണ്ടാവും. വൈകിട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും കൂടി ആ ഹാളിൽ ഇരുന്ന് വർത്താനം പറയുന്നു, കിടന്നുറങ്ങുന്നു. അല്ല, നമ്മുടെ കാര്യമല്ല. ചിലപ്പോ മെസ്സേജ് അയച്ച് പോണ സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അതാണ് പറഞ്ഞത്. ചിലപ്പോ നമ്മളറിയാതെ ചിലപ്പോ നമുക്ക് ഇങ്ങോട്ടൊരു പെണ്ണ് ഹായ് നയിച്ചാൽ നമ്മൾ തിരിച്ച് ഹായ് നയിക്കൂലേ? തീർച്ചയായും ഉറപ്പായിട്ട് അയക്കൂലേ? ഇത് എന്നെ സംഭവം ഇങ്ങനെയാണ്. ഓരോ സംഭവത്തിൽ തുടക്കം വരുന്നില്ലല്ലോ. അല്ല, വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. ചിലപ്പം സൗന്ദര്യമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് സൗന്ദര്യമില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഹായ് വരാറില്ല. പക്ഷെ അനൂപേ, നീ വളരെയധികം സൂക്ഷിക്കണം. സൗന്ദര്യവും ഇതൊന്നും ഇതിനൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ആരായാലും അതെ മെസ്സേജ് അയച്ച് വളയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ആർക്കും എല്ലാം നേടുകയും ചെയ്യാം, പണി വാങ്ങുകയും ചെയ്യാം. അപ്പൊ പറയാനുള്ളത് നമ്മുടെ പുതിയ തലമുറയോടാണ് പറയാനുള്ളത്. ചാറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. ആ ചാറ്റിൽ പലതും ചീറ്റാണെന്ന്. അല്ല, ചാറ്റ് ചെയ്തോ? ചാറ്റ് ചെയ്യുന്നതിനാരും കുറ്റം പറയുന്നത്. ചാറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഇത് നമുക്ക് ഉള്ള ഒരു എന്നോട് പറയാതെ ഈ ഇവിടുത്തെ ചാറ്റ് ചെയ്തോ? ചാറ്റ് ചെയ്യുന്നതിൽ ആരും തെറ്റ് പറയുന്നില്ല. ചാറ്റ് ചെയ്യുമ്പോഴും ചീറ്റാവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലേ? നട്ടല് സൂക്ഷിക്കണം കേട്ടോ. നട്ടല് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.